എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ചുള്ള രാമായണ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രഭാഷണം അവതരിപ്പിക്കുന്നത് സംവേദ്യ അഭിലാഷ്. ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് രംഗത്ത് വരുന്നത് നിവേദിത തവൂർ. അതിനുശേഷം സന്ധ്യാനാമം രാമസന്ധ്യാനാമം ചൊല്ലുന്നത് തീർത്ഥ സുജിത്. 3 കുട്ടികളെയും ഏറ്റവും അധികം സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2 കുട്ടികളും പ്രഭാഷണം ചെയ്യുന്ന 2 പേരും വളരെ റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരാണ്. തീർത്ഥ സുജിത്ത് തൃശ്ശൂരിൽ നിന്ന് എല്ലാ ദിവസവും ഓൺലൈൻ അറ്റൻഡ് ചെയ്യുന്ന കുട്ടിയാണ്. അങ്ങനെ സ്വാമിയാർ മഠത്തിലെ ഈ ആധ്യാത്മിക പഠനത്തിനോട് വളരെയധികം താല്പര്യം കാണിക്കുന്ന പാരൻസ് ആണ് ഇവരുടെ 3 പേരുടെയും പാരൻസ്. അവരോടും നമ്മുടെ പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. കുട്ടികളെ പരിപാടി അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം ജിതേന്ദ്രിയം മദാം വരിഷ്ഠം വാദാത്മജം ശ്രീരാമദൂതം മനസാ സ്മരാമി. ലക്ഷ്മണനും ഋഷ്യമൂകാചലത്തിൽ എത്തി സുഗ്രീവനെ കണ്ട് സഖ്യം ചെയ്തുവോ? പിന്നീട് എന്താ? സംവേദ്യം മ്യൂട്ടാണ്. സംവേദ്യം മ്യൂട്ട് മാറ്റിയിട്ട് ആദ്യം തൊട്ട്. കബന്ധൻ പറഞ്ഞതനുസരിച്ച് ശ്രീരാമ ലക്ഷ്മണന്മാർ ഋഷ്യമൂകാചലം ലക്ഷ്യമാക്കി സഞ്ചരിച്ചു. മാർഗമധ്യേ പമ്പയുടെ പടിഞ്ഞാറേ കരയിലാണ് ശബരിയുടെ രമ്യമായ ആശ്രമം കണ്ടു. മനോഹരമായ ആ ആശ്രമത്തിൽ പ്രവേശിച്ച് ശബരിയെ നേരിൽ കണ്ടു. തപസ്വിനിയായ ശബരി ശ്രീരാമ ലക്ഷ്മണന്മാരെ പാദം തൊട്ട് വന്ദിച്ചു. പാദ്യവും ആചമനീയവും എല്ലാം നൽകി സൽക്കരിച്ചു. ശ്രീരാമൻ അവരുടെ തപോ വിജയത്തെ കുറിച്ച് ചോദിച്ചു. ശബരി പറഞ്ഞു, ഇപ്പോൾ എനിക്ക് തപസിദ്ധി ഉണ്ടായിരിക്കുന്നു. അങ്ങയെ കാണാൻ കഴിഞ്ഞപ്പോൾ ജന്മം സഫലമായി. ഈ ആശ്രമത്തിൽ പണ്ട് വസിച്ചിരുന്ന തപോധനന്മാരുടെ ശക്തിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ തപശക്തി മൂലം അവിടെ ഉണ്ടായ അത്ഭുത സൃഷ്ടികളെയും ശ്രീരാമ ലക്ഷ്മണന്മാർക്ക് അവർ കാണിച്ചു കൊടുത്തു. ഇനി എനിക്ക് വിട നൽകിയാലും എന്ന് പറഞ്ഞ് ശ്രീരാമന്റെ സമ്മതത്തോടു കൂടി ശബരി ശരീരം അഗ്നിയിൽ സമർപ്പിച്ച് സ്വർഗത്തിലേക്ക് യാത്രയായി. ഋഷ്യമൂകാചലം പമ്പയുടെ അടുത്താണെന്നറിയുന്ന അവർ അങ്ങോട്ടേക്ക് നടക്കാൻ തുടങ്ങി. താമസിയാതെ ഋഷ്യമൂകാചലത്തിന് അടുത്തെത്തി. ബാലിയെ ഭയന്നു കഴിയുന്ന മഹാത്മാവായ സുഗ്രീവൻ ജടാധാരികളും ആയുധം ധരിച്ച് വരുമായ 2 യുവാക്കളെ കണ്ട് ഭയന്നു. ബാലി തന്നെ വധിക്കാനായി പറഞ്ഞയച്ചവരാണോ ഇവർ എന്ന് സുഗ്രീവൻ സംശയിച്ചു. എല്ലാവരും ഭയക്കുന്നത് കണ്ട് ഹനുമാൻ പറഞ്ഞു, ഋഷ്യമൂകാചലത്തിൽ ഒരിക്കലും ബാലിക്ക് പ്രവേശിക്കാൻ പറ്റില്ല. കാരണം ഒരു ശാപം കിട്ടിയിട്ടുണ്ടല്ലോ. അതിനാൽ ആരും ഭയക്കരുത്. സുഗ്രീവൻ ഹനുമാനോട് അവരുടെ അടുത്തു പോയി അവരെ പറ്റി നല്ലവണ്ണം അറിഞ്ഞു വരാൻ പറഞ്ഞു. ഹനുമാൻ വാനര രൂപം വിട്ട് ഒരു ഭിക്ഷുവിന്റെ രൂപം കൈക്കൊണ്ടു. ശ്രീരാമ ലക്ഷ്മണന്മാരുടെ അടുത്തെത്തി അവരെ വന്ദിച്ച് ഭവ്യതയോടുകൂടി മനോഹരമായ വചസ്സുകൾ ഉണർത്തിച്ചു. തേജസ്വികളായ ദേവതുല്യരായ നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് എങ്ങനെ എന്ന് ചോദിച്ചു.
സുഗ്രീവൻ എന്നു പേരായ വീരവാനര പുങ്കവൻ ജ്യേഷ്ഠനാൽ തുരത്തപ്പെട്ട് ദുഃഖിതനായി ഊരു ചുറ്റുന്നു. അദ്ദേഹം പറഞ്ഞയച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ പേര് ഹനുമാൻ എന്നാണ്. ധർമാത്മാവായ സുഗ്രീവൻ ഭവാന്മാരുമായി സഖ്യം ആഗ്രഹിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ മന്ത്രിയും മാരുതപുത്രനുമാണ്. സുഗ്രീവന്റെ ഹിതം പാലിക്കുവാനാണ് ഞാൻ ഭിക്ഷു രൂപത്തിൽ വന്നത്. ഇത് കേട്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, സർവശാസ്ത്ര ഭേദ വിശാരദനാണ് ഹനുമാൻ എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായില്ലേ? ഇത്തരം ദൂതന്മാർ ഉള്ളവർക്ക് ഉടൻ കാര്യസിദ്ധി ഉണ്ടാകും. താങ്കൾ ഹനുമാനോട് സംഭാഷണം ചെയ്യുക. ലക്ഷ്മണൻ ഹനുമാനോട് പറഞ്ഞു, മഹാത്മാവായ സുഗ്രീവന്റെ ഗുണങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തെ തന്നെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. സുഗ്രീവ വചനമായി താങ്കൾ പറയുന്നത് അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. അവർ ഹനുമാന്റെ കൂടെ സുഗ്രീവന്റെ സമീപമെത്തി. സുഗ്രീവനുമായി സഖ്യം ചെയ്യാനാണ്. മ്യൂട്ടായി പോയി. കുഞ്ഞെ മ്യൂട്ടായി, ഒന്നുകൂടെ പറ. മ്യൂട്ട് മാറ്റിയിട്ട് ഒന്നുകൂടെ പറ. ശ്രീരാമ ലക്ഷ്മണന്മാർ സുഗ്രീവനുമായി സഖ്യം ചെയ്യാനാണ് സുഗ്രീവ സമീപം ചെന്നത് എന്ന് പറയുന്നുവല്ലോ. പിന്നെ മ്യൂട്ടായല്ലോ. വീണ്ടും മ്യൂട്ടായി. ശ്രീരാമ ലക്ഷ്മണൻ സുഗ്രീവനുമായി സഖ്യം ചെയ്യാനാണ് സുഗ്രീവ സമീപം ചെന്നത് എന്ന് പറയുന്നുവല്ലോ. എന്താണ് ഈ സഖ്യം ചെയ്യുക എന്ന് പറയുന്നത്? അതൊന്ന് വിശദീകരിച്ചു തരുമോ? സഖ്യം ചെയ്യുക എന്നാൽ ഇപ്പൊ ഇയാള് മ്യൂട്ടായി. കൂട്ടുകൂടുക, ചങ്ങാത്തം കൂടുക എന്നൊക്കെയാണ്. അതാണ് കബന്ധൻ പറഞ്ഞത്. തുല്യ ദുഃഖിതരായ രണ്ടു പേർ തമ്മിൽ സുഹൃത് ബന്ധം സ്ഥാപിക്കാം. പരസ്പരം ദുഃഖ നിവർത്തിക്കായി പ്രവർത്തിക്കുക. ഇവിടെ ശ്രീരാമനും സുഗ്രീവനും തുല്യ ദുഃഖിതരാണ്. ശ്രീരാമ പത്നിയെ സീതയെ രാവണൻ അപഹരിച്ചു. സുഗ്രീവന്റെ ഭാര്യ രുമയെ ബാലി എന്ന ജ്യേഷ്ഠൻ ബലമായി പിടിച്ചു വച്ചിരിക്കുന്നു. രണ്ടുപേരും ഭാര്യമാരെ വീണ്ടെടുക്കാൻ പരസ്പരം സഹായിക്കാം എന്ന് തീരുമാനിക്കുന്നു. ഇതാണ് ഇവിടുത്തെ സഖ്യം. എങ്ങനെയാണ് ഈ സഖ്യം ചെയ്തത്? സുഗ്രീവ സമീപം രാമലക്ഷ്മണന്മാർ എത്തിയപ്പോൾ ഹനുമാൻ സുഗ്രീവനോട് പറഞ്ഞു, ഇദ്ദേഹം മഹാപ്രാജ്ഞനും ദൃഢവിക്രമനും സത്യവിക്രമനുമായ ശ്രീരാമനാണ്. ഭ്രാതാവായ ലക്ഷ്മണനോട് കൂടി വന്നു ചേർന്നു. ഇദ്ദേഹം ഇക്ഷ്വാകു വംശജാതനാണ്. തപസ് കൊണ്ടും സത്യനിഷ്ഠ കൊണ്ടും ഭൂമിയെ പരിപാലിച്ച മഹാരാജാവായ ദശരഥന്റെ പുത്രനാണ്. പൃഥുവാക്യ പരിപാലനത്തിനായി വനവാസം സ്വീകരിച്ചു. വനവാസ കാലത്ത് പത്നിയായ സീതയെ രാക്ഷസ രാജാവ് രാവണൻ അപഹരിച്ചു. ഇപ്പോൾ ഇദ്ദേഹം അങ്ങയുടെ സഹായം തേടി എത്തിയിരിക്കുന്നു. ഇത് കേട്ട സുഗ്രീവൻ പറഞ്ഞു, യാതൊരു സൗഹാർദ്ദമാണോ ഭവാൻ ഇച്ഛിക്കുന്നത്? അത് വാനരനായ എനിക്ക് തന്നെയാണ് ഉത്തമമായ ലാഭമായി ഭവിച്ചിരിക്കുന്നത്. ഞാനുമായുള്ള സഖ്യം അങ്ങേക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഇതാ കൈ പിടിച്ച് ദൃഢമായ ബന്ധം ഉറപ്പിക്കുന്നു. ഞാൻ ഇതാ കൈ നീട്ടുന്നു. ഭവാൻ താങ്കളുടെ കൈ കൊണ്ട് എന്റെ കൈ പിടിച്ച് ദൃഢമായ ബന്ധം ഉറപ്പിച്ചാലും. ശ്രീരാമൻ സന്തോഷത്തോടു കൂടി സുഗ്രീവ ഹസ്തം ഗ്രഹിച്ചു. അവർ പരസ്പരം ആശ്ലേഷിച്ചു. ഹനുമാൻ അഗ്നി ജ്വലിപ്പിച്ചു. അവർ അഗ്നിയെ പൂജിച്ചു. അഗ്നിയുടെ സാന്നിധ്യത്തിൽ അഗ്നിയെ സാക്ഷിയാക്കി പ്രദക്ഷിണം വെച്ചു. സന്തുഷ്ടനായ സുഗ്രീവൻ ശ്രീരാമനോട് പറഞ്ഞു, ഭവാൻ എന്റെ ഹൃദ്യനായ ആത്മമിത്രമാണ്. നമുക്ക് രണ്ടു പേർക്കും ഇനി സുഖ ദുഃഖങ്ങൾ വേറെയില്ല. ഭ്രാതാവായ ബാലിയെ ഭയപ്പെട്ടാണ് ഞാൻ പിന്നെ മ്യൂട്ടായി. ഭ്രാതാവായ ബാലിയെ തൊട്ട് വീണ്ടും പറ. ഭ്രാതാവായ ബാലിയെ ഭയപ്പെട്ടാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്. ബാലിയെ ഭയപ്പെട്ടു കഴിയുന്ന എനിക്ക് അഭയം തരണം. എനിക്ക് ഭയം ഇല്ലാതാവാൻ വേണ്ടത് അങ്ങ് ചെയ്തു തന്നാലും ആ ബാലിയെ ഞാൻ വധിക്കുന്നതാണ് എന്ന് ശ്രീരാമസ്വാമി സുഗ്രീവന് വാക്കുകൊടുത്തു. ശരി, രണ്ടുപേരും നിങ്ങളുടെ ജോലി നന്നായിട്ട് ചെയ്തു. വളരെ നന്നായിരുന്നു. ഇനിയും
മ്യൂട്ടായി. നല്ല രീതിയിൽ പ്രഭാഷണങ്ങൾ ഇനിയും അവതരിപ്പിക്കാൻ കുഞ്ഞുങ്ങളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പഠിത്തത്തിലും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് രാമസന്ധ്യാനാമം ചൊല്ലുവാനായി തീർത്ഥ സുജിത്തിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാചാസ്മഹം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. രാമ 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 പാഹി മാം. രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം. രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം. ഭക്തി മുക്തിദായക പുരന്ദരാദിസേവിത ഭാഗ്യവാരിതേ ജയ മുകുന്ദ രാമ പാഹി മാം. ദീനദകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവാശിഖാമണി മുകുന്ദ രാമ പാഹി മാം. ശങ്കര സദാ നിൻ ചരിതമോതുവാൻ നിലവിലോർമ്മ തോന്നണം. പഞ്ചസായ കോപമ മുകുന്ദ രാമ പാഹി മാം. ശങ്കര സദാശിവ നമ ശിവായ മംഗള. ചന്ദ്രശേഖര ഭഗവൽ ഭക്തി കൊണ്ടു ഞാനിതാ രാമമന്ത്രമോതിടുന്നി രാമയൻ നീങ്ങുവാൻ. രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം. ശങ്കയോടു മത്സ്യം അയവതരിച്ച മാധവ ഭക്ഷ്യസാംഗീതം ഭവിച്ച രാമ രാമ പാഹി മാം. ധർമ്മമോടു മന്ദരാമുയർത്തുവ നയങ്ങുടൻ കൂർമ്മമായവതരിച്ച രാമ രാമ പാഹി മാം. പാരിടം പിളർന്നു ചെന്നു തേറ്റമേലി ഭൂമിയെ പന്നിയായി വീണ്ടുകൊണ്ട രാമ രാമ പാഹി മാം. നാരസിംഹരൂപമായവതരിച്ചു നീ പുര നീതിയായി ഹിരണ്യനെ ഹനിച്ച രാമ പാഹി മാം. ജഗത്രയങ്ങൾ മൂന്നടി അയങ്ങളങ്ങു വാങ്ങുവാൻ ജാതനായ വാമന മുകുന്ദ രാമ പാഹി മാം. ഭംഗിയോടു ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹി മാം. ഭൂമി ഭാരമാശു തീർത്തു രക്ഷത്തെ വധിന്നഹോ ബ്രഹ്മദേവനാൽ വരിച്ച രാമ രാമ പാഹി മാം. ആകയാൽ അയോഗ്യമന്യന ദശരഥനുടെ ആത്മപുത്രനായി ജനിച്ച രാമ രാമ പാഹി മാം. തുഷ്ടരാം നിശാചര വധം കഴിച്ചു യാഗവും പുഷ്പായി മുടിച്ചു നീ മുകുന്ദ രാമ പാഹി മാം. ഗൗതമന്റെ ശാപമേ കല്ലതായി കിടന്നൊരു കഞ്ചനേർമിഴി
എനിക്കു മോക്ഷമീണ്ടരാമ പാഹി മാം വിദേഹരാജ്യമുൾപ്പുകിണ്ടു വിശ്വനായകനുടെ വിൽമുറിച്ചു സീതയെ വഹിച്ച രാമ പാഹി മാം അച്ഛനോടും അമ്മയോട് ആശീർവാദവും വഹിച്ചു തുച്ഛമായ വൽക്കലം ധരിച്ച രാമ പാഹി മാം ഭരതഭാഷിതം ശ്രവിച്ചു പൈതൃകർ തർപ്പണങ്ങൾ ഭക്തിയായി കഴിച്ച പീഡ രാമ രാമ പാഹി മാം പാതൃകം ഭരതനങ്ങു പൂജ ചെയ്തു കൊള്ളുവാൻ പ്രീതിയായി കടുത്തയച്ച രാമ രാമ പാഹി മാം ഭക്തനാം ജടായുവിന് മോക്ഷവും കൊടുത്തു പിന്നെ ശക്തനാം കബന്ധനെ വധിച്ച രാമ പാഹി മാം ശബരിയാശ്രമേകമിച്ചു സർവകാര്യവും ഗ്രഹിച്ചു ശബരിയും ഗതിയാണ് രാമ രാമ പാഹി മാം സീതയോടു ചൊൽവതിന്നു ശില്പമായ വാക്യവും ചന്തമോടു ചൊല്ലിവിട്ട രാമ രാമ പാഹി മാം ഇന്ദ്രജിത്തിനോടെതിർത്തു ബ്രഹ്മപാശമേറ്റതും ഇങ്ങിതത്തോളങ്ങറിഞ്ഞ രാമ രാമ പാഹി മാം ലങ്ക ചുട്ടു ഭസ്മമാക്കി വന്ന മാരുതിക്കുടൻ സങ്കടങ്ങളാശു തീർത്ത രാമ രാമ പാഹി മാം വൻചിറ തൊടുത്തു പിന്നെ വാചമോടമോടുടൻ വാരുതി കടന്നു ചെന്ന രാമ രാമ പാഹി മാം കമ്പവാർന്ന രാവണന്റെ തമ്പിയായി വിലസിടുന്ന കുംഭകർണനെ ഹനിച്ച രാമ രാമ പാഹി മാം ഇന്ദ്രജിത്തിനെ വധിച്ച സുന്ദര കുമാരനായ ലക്ഷ്മണാന്ത്രകാവിപു മുകുന്ദ രാമ പാഹി മാം ദുഷ്ടനാം ദശാനനൻ കണ്ഠവും മുറിച്ചു പിന്നെ ശിഷ്ടരക്ഷ ചെയ്തുകൊണ്ട രാമ രാമ പാഹി മാം രാക്ഷസാകുലം മുടിച്ചു രക്ഷയും വസുന്ധരയ്ക്കു തൽക്ഷണേ വരുത്തി വെച്ച രാമ രാമ പാഹി മാം വന്യമണ്ഡലേരുന്ന സീതയെ വഹിച്ചുകൊണ്ടു വന്നയോധ്യ പുക്കിരുന്ന രാമ രാമ പാഹി മാം രത്നമകുടവും ധരിച്ചു ദേവിയോടു കൂടവേ രത്നമഞ്ചമങ്ങതിൽ വസിച്ച രാമ പാഹി മാം രാജ്യവാസിയായവർക്കു പൂജ്യനായിരുന്നു തത്ര രാജ്യപാലനം വഹിച്ച രാമ രാമ പാഹി മാം ഭക്തിയോടു സന്ധ്യനാമ കീർത്തനം കഥിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. എനിക്ക് സന്ധ്യനാമം ചൊല്ലാൻ അവസരം തന്ന പരമേശ്വരൻ സാറിനും സാമ്യാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. ഓ രക്ഷപ്പെട്ടു അല്ലേ ഭഗവാനെ. സാർ പറയുന്ന കേൾക്കുന്നില്ല. സാറ് മ്യൂട്ടാ സാറേ. ആണല്ലേ, ആരോ കളിക്കുന്നുണ്ട് ഇതിനകത്ത്, അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് മ്യൂട്ട് വരുന്നത്. ആരാണ്ട് പിള്ളേരെന്തോ ഒപ്പിക്കുന്നുണ്ട്. അപ്പോ
കുഞ്ഞിന് പ്രത്യേക അഭിനന്ദനമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 വരി പഠിച്ചാൽ മതി, അല്ലെങ്കിൽ മാക്സിമം ഒരു 15 വരി പഠിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോ മോളുക്കുട്ടി തന്നെ പറഞ്ഞു, ഇല്ല എനിക്ക് മുഴുവൻ ചൊല്ലണം എന്നും പറഞ്ഞ് പിന്നെ അമ്മയും മോളും കൂടെ. സാറ് പിന്നെ മ്യൂട്ടായി. അതെ, ഗോപാലകൃഷ്ണൻ നായർ അവരാണല്ലോ ചെയ്യുന്നത്. നേരത്തെ ഞാനിത് കണ്ടു. ചുമ്മാ ഓപ്പറേറ്റ് ചെയ്യല്ലേ? ധൃതിമോളാണോ? അപ്പോ അമ്മയും മോളും കൂടെ നന്നായിട്ട് ഉത്സാഹിച്ച് അസലായിട്ട് പറഞ്ഞു, നല്ല സ്ഫുടതയോടെ നിർത്തി. നന്നായിരുന്നു കേട്ടോ. ഭഗവാൻ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. എന്നും ജപിക്കണം, പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ജപിക്കണം കേട്ടോ. ചേട്ടാ സാറാം കേൾക്കാമോ? പറയാം സാറേ. കേൾക്കാം. ആ, തീർത്ഥയുടെ സന്ധ്യാനാമം വളരെ ഭക്തിപൂർവം മനോഹരമായിട്ട് ചൊല്ലി. ഒന്നേ പറയാനുള്ളൂ, തീർത്ഥയുടെ ദിവസവും ചെല്ലണം സന്ധ്യയ്ക്ക്. അതിൻ്റെതായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും തീർത്ഥയ്ക്ക് ഉണ്ടാകും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. തീർത്ഥയ്ക്ക് മാത്രമല്ല, വീട്ടിലുള്ള മറ്റുള്ളവർക്കും ഐശ്വര്യവും സമാധാനവും സന്തോഷവും എല്ലാം ഈ സന്ധ്യാനാമം കൊണ്ട് തരും. രാമായണം മുഴുവൻ ആ സന്ധ്യാനാമത്തിൽ പ്രതിപാദിച്ചിരിക്കുകയാണ്, മറക്കരുത്. അതുപോലെ തന്നെ സംവേദിതയും നിവേദിതയും അവരുടെ ചോദ്യോത്തരങ്ങളും മനോഹരമായിരുന്നു. നന്നായിട്ട് അവരത് പ്രസന്റ് ചെയ്തു. ആ യഥാഭാഗങ്ങള് ഋഷിമുഖാചലത്തിൽ പ്രവേശിച്ചതും ശബരിക്ക് മോക്ഷം കൊടുത്തതും അതെല്ലാം ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു. സുഗ്രീവ സഖ്യവും അങ്ങനെ ആ രാമായണത്തിലെ ഭാഗങ്ങൾ അവരെ ഏൽപ്പിച്ച ജോലി അവർ ഭംഗിയായിട്ട് തന്നെ നിർവഹിച്ചു. രാമായണം വായിക്കാനും പഠിക്കാനും എപ്പോഴും തയ്യാറായിരിക്കണം. അതിന് യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത്. അല്പനേരം ഒരു 24 മണിക്കൂറുണ്ടല്ലോ, അതിൽ കുറച്ചു നേരം ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കണം എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. അതിന് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഈ ഗുരുവിനെ നിയോഗിച്ചിരിക്കുന്നത് ഭഗവാനാണെന്നുള്ള നല്ല ഓർമ്മ വേണം. അപ്പൊ ആ ഗുരുവിൽ നിന്ന് എന്തെല്ലാം ലഭിക്കാനായിട്ട് അറിവിൻ്റെ ഏതെല്ലാം ഭാഗങ്ങൾ ലഭിക്കാനായിട്ട് സാധിക്കുമോ അതെല്ലാം സന്ദർഭോചിതമായിട്ട് നേടാനായിട്ട് നിങ്ങൾ നോക്കിക്കോണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. 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 തീർത്ഥ മോള് നന്നായിട്ട് ചൊല്ലിട്ടോ. എത്ര ഇങ്ങനെ ലയിച്ചിരുന്നാണ് ചെല്ലണേ. സത്യം പറഞ്ഞാൽ അവരുടെ ആ ഏജിനെ വെച്ച് നോക്കുമ്പോൾ പിള്ളേരൊക്കെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്യണത് സാറേ. പിന്നെ സംവേദ്യ നിവേദിത രണ്ടുപേരും നന്നായിട്ട് പറഞ്ഞു. കഥ പറച്ചില് ഈ ചോദ്യോത്തരം ആകുമ്പോൾ അതിന് വേറൊരു വശീകരണ മന്ത്രം പോലെയാണ്. മീൻസ് നമ്മൾ സാധാരണ ഒരു കഥ കേൾക്കണ പോലെ ഒഴുക്കം മട്ടിലല്ലല്ലോ. ചോദ്യോത്തരം ആകുമ്പോൾ അതിന് വേറൊരു രസം കൂടിയുണ്ട് കേൾക്കാനും. ഇപ്പൊ ചോദിക്കുന്ന ആളുടെ ചോദ്യവും ഉത്തരം പറയുന്ന ആളുടെ ഒരു രീതിയും നല്ല ഒഴുക്കോടുകൂടി രണ്ടുപേരും പറഞ്ഞു. നന്നായിരുന്നു. പിന്നെ ഇന്ന് മ്യൂട്ടിന്റെ കളിയായിരുന്നു. അതാരും അറിയില്ല. അത് ആളെ പിടികിട്ടിയിട്ടുണ്ട്, ഞാൻ വിളിച്ചോളാം. ഓക്കെ സർ, നന്നായിരുന്നു. ജീവനിലേക്കിട്ടെ. താങ്ക് യു ആന്റി. താങ്ക് യു ആന്റി. സംവേദ്യ നിവേദിത ഇവർ രണ്ടുപേരും കഥാഭാഗം വളരെ രസകരമായി അവതരിപ്പിച്ചു. അതേപോലെ തീർത്ഥ നന്നായിട്ട് സന്ധ്യാനാമം ചൊല്ലിച്ച് അതിൽ ലയിച്ചിരുന്നു. 3 പേരും നല്ല ഉത്സാഹത്തോടു കൂടിയാണ് കഥ പറഞ്ഞതും സന്ധ്യാനാമം ചൊല്ലിയതുമെല്ലാം. ഇങ്ങനെ ഗുരുവാണ് നമ്മളെ ഈശ്വരനിലേക്ക് കൈപിടിച്ചുയർത്തുന്നത്. ഗുരുവിനെ അനുസരിച്ച് അച്ഛനും അമ്മയും സഹായത്തോടു കൂടി നിങ്ങൾ എല്ലാവരും ഈശ്വരനെ മനസ്സിൽ ഉറപ്പിച്ചാൽ ജീവിതം ഐശ്വര്യപൂർണമായിട്ട് തീരും. താങ്ക് യു. നാളത്തെ പ്രോഗ്രാം നോക്കാം നമുക്ക്. നാളെ 2 പേരേ ഉള്ളൂ. നിരഞ്ജന സുജിത്ത് പ്രഭാഷണം പറയുന്നു.
കൃഷ്ണ ആർ അയ്യർ രാമസന്ധ്യാനാമം ചെയ്യുന്നു. നാളെ മുതൽ ക്വസ്റ്റ്യൻ ആൻസർ രൂപേണയല്ല, പ്രഭാഷണം മാത്രമായിട്ടാണ്. കാര്യം ഇനിയുള്ള കുട്ടികൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആൾക്കാരല്ല. അപ്പൊ അതുകൊണ്ട് അവർക്കിടയിൽ നിർത്തി കട്ട് ചെയ്തൊക്കെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അവരെ ആ ഒരു പ്രഭാഷണം അവരെ കൊടുത്തിട്ടുണ്ട്. ആ പ്രഭാഷണം അവർ നന്നായിട്ട് പഠിച്ച് നാളെ അവതരിപ്പിക്കും. എല്ലാവരും നേരത്തെ തന്നെ എത്തി കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക, പ്രോത്സാഹിപ്പിക്കുക. നാളെ സോമൻ ചേട്ടൻ ഇന്നലെ ഇട്ട മെസ്സേജ് അനുസരിച്ച് പറ്റാവുന്നവരൊക്കെ പ്രഹ്ലാദ ചരിതം പോയി കാണണം. ഒരു പ്രത്യേകം ഒരു അപേക്ഷയും കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും അത് മാക്സിമം വരും. ഞായറാഴ്ചയാണ്, എല്ലാവർക്കും സാധിക്കും. പരമാവധി പേര് അതിന് 11 മണിക്കും 3 മണിക്കും 2 ഷോ ഉണ്ടെന്നാണ് അറിയാം. കൂടുതൽ വിവരങ്ങൾ ഇവിടെ രാവിലെ നമുക്കവിടെ പറയാം. പറ്റുന്നവരൊക്കെ അതിന് പോകണമെന്നും കൂടി ഒരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട്. എല്ലാവർക്കും സായിരാം. നമുക്ക് നാളെ നേരത്തെ വീണ്ടും കാണാം.